കേരളപ്പിറവി ദിനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ സക്കറിയയുടെ ഒരു പ്രതികരണമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരമടക്കം ഇന്ത്യയിലാകെ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് സക്കറിയ. സക്കറിയ നമ്മുടെ കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് MLA-മാരെയും മന്ത്രിമാരെയും കാണുമ്പോഴുള്ള മലയാളിയുടെ പ്രതികരണത്തെക്കുറിച്ച് അതിശക്തമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: വിപ്ലവകാരി എന്ന് അവകാശപ്പെടുന്ന നമ്മൾ, മലയാളി ഒരു രാഷ്ട്രീയക്കാരനെ കണ്ടാൽ പട്ടിയെപ്പോലെ നിലത്ത് കിടന്ന് ഉരുളുന്നവനായി മാറിയത് എന്നെ അത്ഭുതപ്പെടുത്തും. നമ്മളെ കണ്ടാൽ ചാടി എഴുന്നേൽക്കേണ്ടവരാണ് ഒരു മന്ത്രി. പക്ഷേ ഇവിടെ മന്ത്രിയെ കണ്ടാൽ നമ്മൾ ചാടി എണീക്കുകയാണ്. നമ്മൾ ജോലി കൊടുത്ത് അവൻ്റെ കാറ്, അവൻ്റെ വീട്, അവൻ്റെ പേഴ്സണൽ സ്റ്റാഫ്, അവൻ്റെ പോലീസ്, അവൻ്റെ തീറ്റ, അവൻ്റെ വ്യഭിചാരം, അവൻ്റെ വിദേശയാത്ര, ഇത് മുഴുവനും നമ്മുടെ കാശുകൊണ്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തരെ കണ്ടിട്ട് നമ്മൾ ചാടി എണീറ്റ് സാറേ എന്ന് വിളിച്ച് ഓച്ചാരിച്ചു നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഇവന് പോലീസില്ലാതെ പുറത്തിറങ്ങാൻ പറ്റുകയില്ല. ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അയാൾ മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ മുൻപിൽ 3 പോലീസുകാർ, പിന്നിൽ 3 പോലീസുകാർ, പിൻപിൽ 3 പോലീസുകാർ, അത്രയും പേര് അയാളെ കൊണ്ടുപോയി മുള്ളിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, നമ്മൾ കുട്ടികളെ മുള്ളിക്കുമ്പോൾ ചില സഹായം ചെയ്തു കൊടുക്കാറില്ലേ, അതുപോലെ ഈ പോലീസുകാർ ചെയ്തു കൊടുത്തു കാണും എന്ന്. അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് പോലീസുകാർ കൂടെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇത്തരത്തിൽ മ്ലേച്ഛന്മാരും ശുംഭന്മാരുമായിട്ടുള്ള ആളുകളെ നമ്മൾ മേലാളന്മാരായി അനുവദിച്ചു കൊടുത്തിരിക്കുന്നു എന്നതാണ് കഷ്ടം. സക്കറിയയുടെ ഈ പ്രതികരണം വായിച്ചപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെയാണ്. കാരണം അനവധി കാറുകളുടെ അകമ്പടിയോടെ, നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെ പാഞ്ഞു പോകുന്ന മുഖ്യമന്ത്രി പിണറായി. ആലോചിച്ചു നോക്കൂ, ഒരു കാലത്ത് ലീഡർ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ മരണപ്പാച്ചിലിനെക്കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചിരുന്ന ആളുകളാണ് നമ്മൾ. ഇന്നത്തെ സ്ഥിതി എന്താണ്? മുഖ്യമന്ത്രി അടക്കം, മന്ത്രിമാരടക്കം അകമ്പടിയില്ലാതെ, പോലീസിൻ്റെ സംരക്ഷണം ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിലുണ്ടോ? എന്തായാലും സക്കറിയയുടെ ഈ വിമർശനം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വോട്ടർമാരെ കാണാനും അവരോട് മര്യാദയായി സംസാരിക്കാനും ശ്രമിക്കുന്ന ജനപ്രതിനിധികൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം എന്താണ്? ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് മുൻമന്ത്രിയായിരുന്ന ദിവാകരൻ ഒരു വോട്ടറെ ചെവിട്ടത്ത് അടിച്ച സംഭവം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നിട്ടും ദിവാകരനെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. അതുപോലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഒരിക്കൽ ചെറുപ്പക്കാർ ചോദിച്ചപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന വിജയ തങ്കപ്പൻ പറഞ്ഞത്, പോയി പട്ടിയെ പിടിക്കൂ, പട്ടിയെ പിടിച്ചാൽ 1-ന് 300 രൂപ വീതം ലഭിക്കുമെന്നാണ്. ഇത്തരത്തിൽ വിജയിച്ചു കഴിയുമ്പോൾ ജനങ്ങളെ, യജമാനന്മാരെ മറക്കുന്ന നേതാക്കളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.